ലോകത്ത് ഒരു ചതിയന്മാരും വിജയിച്ചിട്ടില്ല. ചരിത്രം അതാണ്, വർത്തമാനം അതല്ല, ചതിയന്മാരുടെ വിജയത്തിൻ്റെതാണ്. ലോകത്തൊരു ധിക്കാരിയും ദീർഘനാൾ പൊറുത്തിട്ടില്ല. വർത്തമാനം അതല്ല, ധിക്കാരികളുടെ തേർവാഴ്ചയുടേതാണ്. പക്ഷെ ചരിത്രം തിരിച്ചാണ്. ഒരു ധിക്കാരിയും ജയിച്ചിട്ടില്ല ചരിത്രം. വർത്തമാനം ധിക്കാരികൾ വിജയിക്കുന്നു. ചതിയന്മാർ ജയിച്ചിട്ടില്ല ചരിത്രം. പക്ഷെ വർത്തമാനം ചതിയന്മാരുടെ വിജയമാണ്. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നവരുടെ വിജയമാണ്. പൗരത്വവും വോട്ടവകാശവും 70 ലക്ഷത്തോളം ആളുകളുടെ പിടിച്ചെടുത്തിട്ട് അത് വളരെ അപകടകരമായ നിലയിൽ ഭരണഘടനാ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം തട്ടിപ്പറിച്ചെടുക്കുകയാണ്. അടുത്ത ലക്ഷ്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് നീളുന്നുണ്ട്, ബംഗാളിലേക്ക് നീളുന്നുണ്ട്, തമിഴ്നാട്ടിലേക്ക് നീളുന്നുണ്ട്, കേരളത്തിലേക്ക് നീളുന്നുണ്ട്. എന്താണോ ബീഹാറിൽ നടന്നത് അതിവിടെ നടക്കുക വളരെ എളുപ്പമാണ്, അനായാസമാണ്. ഇതാണ് നമ്മുടെ വർത്തമാനം. വർത്തമാനം ധിക്കാരികൾ വിജയിക്കുന്നതാണ്, വർത്തമാനം ചതിയന്മാർ വിജയിക്കുന്നതാണ്. ഇതാണോ നാം പഠിക്കേണ്ട, അംഗീകരിക്കേണ്ട മാതൃക? ഇതാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന വിശ്വാസ പ്രമാണം? അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് അർത്ഥം? അതുകൊണ്ട് വർത്തമാനം യാഥാർത്ഥ്യമല്ല, വർത്തമാനമല്ല, ചരിത്രമാണ് യാഥാർത്ഥ്യം. ചരിത്രം നാം പഠിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ധിക്കാരികളും അഹങ്കാരികളും ലോകം കുറേ കാലം അവരുടെ അധീനത്തിൽ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിലും ചരിത്രമല്ലെങ്കിൽ ലോകം ഒരു കാലത്തും ധിക്കാരികളെ ദീർഘകാലം പൊറുപ്പിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരുപക്ഷെ ഏറ്റവും അധികം പരാമർശിക്കുന്നത് ചരിത്രങ്ങളെയാണ്. നമുക്കൊക്കെ വർത്തമാനത്തിലേക്ക് മാത്രം ഉറ്റുനോക്കാൻ കഴിയുന്ന അല്പബുദ്ധികളാണ് പലപ്പോഴും നമ്മളും. വർത്തമാന കാലഘട്ടത്തിൻ്റെ തൊട്ട് അപ്പുറവും ഇപ്പുറവും മാത്രം കണ്ണു പായിച്ച് എന്താണ് ലോകത്തിൻ്റെ ഗതിവിഗതികളെന്നും ജയപരാജയങ്ങളെന്നും തീരുമാനിക്കുന്ന രീതിയാണ് അല്പവിശ്വാസികളായ മനുഷ്യരിൽ പൊതുവെ കാണപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ വർത്തമാനങ്ങളിൽ ചിന്തിക്കുന്നതിനപ്പുറത്ത്, ആനുകാലികങ്ങളിൽ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കുവാനാണ്. കാരണം ഭാവി നമ്മുടെ മുമ്പിലില്ല, നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. വർത്തമാനകാലമാണെങ്കിൽ പൂർണ്ണവുമല്ല, പണി പൂർത്തിയാകാത്തൊരു ഭവനം പോലെയാണ്. വർത്തമാനം അപൂർണമാണ്, ഭാവി നമുക്ക് മുമ്പിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഭാവിയിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനാവില്ല. വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ ചിത്രം ലഭിക്കുകയുമില്ല. ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ കാണുന്ന ഒരു വീട്, പണി പൂർണ്ണമാകാത്ത ഒരു വീട് കണ്ട് ആ വീടിൻ്റെ ഭാവി എന്താണ്, അതിൻ്റെ പൂർണ്ണത എന്താണ് എന്ന് നമുക്കാർക്കും മനസ്സിലാക്കാനാവാത്തതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് മാത്രം കാര്യങ്ങളെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്ന നമ്മുടേതുപോലുള്ള സമൂഹങ്ങൾക്ക് എന്താണ് ഈ ലോകഗതിയിൽ, ലോകഘടനയിൽ സംഭവിക്കുക എന്ന് തിരിച്ചറിയാനാവുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ലോകത്തിൻ്റെ താൽക്കാലികമായ സംഭവ വികാസങ്ങൾ നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കുകയും നമുക്ക് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ചില അനുഭവങ്ങളെ, അല്ലെങ്കിൽ ധിക്കാരികളും ചതിയന്മാരും മഹാ അക്രമികളുമെല്ലാം ലോകം വാഴുന്ന ഈ ആനുകാലിക നവലോകക്രമത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നാം പരാജിതരാണ്, അല്ലെങ്കിൽ അവർ വിജയികളാണ് എന്നൊക്കെ നാം പലപ്പോഴും വിലയിരുത്താനുള്ള കാരണം നമ്മുടെ പഠന വിഷയം വർത്തമാനകാലം മാത്രമായതുകൊണ്ടാണ്. നമ്മളൊക്കെ പഠിക്കുന്ന, നമ്മളൊക്കെ വായിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു സംഗതി, അതുപോലും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വായനയുടെ ലോകത്ത് നമ്മൾ വായിക്കുന്നത് പത്രങ്ങളാണ്. പത്രങ്ങളെ നമ്മൾ പറയുന്നത് വർത്തമാന പത്രമെന്നാണ്. പത്രങ്ങളെ പറയുന്നത് എന്തെന്നാ? വർത്തമാന പത്രം എന്ന് പറഞ്ഞാൽ ഇന്നെന്ത് നടക്കുന്നുവോ അത് നമുക്ക് പറഞ്ഞു തരുന്ന. ഭൂതകാല പത്രങ്ങൾ നമ്മുടെ മുമ്പിലില്ല, ഭാവികാല പത്രങ്ങളും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട്
വർത്തമാനകാല പത്രങ്ങൾ മാത്രം വായിച്ച് ലോകഗതി വിലയിരുത്തുകയും അതിനൊത്ത് സഞ്ചരിക്കുകയും ഒഴുകുകയും അതിൽ നിന്ന് ജീവിതത്തിൻ്റെ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ഒരു കാലത്തും വിജയിക്കാനാവില്ല. അഥവാ വർത്തമാനമല്ല നമുക്ക് പാഠമാകേണ്ടത്. പുതിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. വർത്തമാനത്തിൽ നിന്ന് പഠിക്കുകയാണ്. എവിടെയാണ് നാം പഠിക്കേണ്ടത്? എവിടെയാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്? ഏത് ജീവിത സംസ്കാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഏതാണ് തിരസ്കരിക്കേണ്ടത്? ഏതാണ് നമ്മുടെ ജീവിത രീതിയായി മാറേണ്ടത്? ഏതാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്? ഇതിലൊക്കെ നമ്മളെപ്പോഴും പരിഗണിക്കുന്നത് വർത്തമാന ലോകത്തിൻ്റെ സംസ്കാരമാണ്, അല്ലെങ്കിൽ ആധിപത്യ ലോകത്തിൻ്റെ സംസ്കാരമാണ്. അവരെന്ന് എങ്ങനെ പോകുന്നോ, ഇന്നെങ്ങനെ പോകുന്നോ അതുപോലെ നമ്മളും പോവുക. ലോകം കീഴ്പ്പെടുത്തിയ ശക്തികൾ, ലോകം അടക്കി ഭരിക്കുന്ന ശക്തികൾ എങ്ങനെ പോകുന്നോ അങ്ങനെ പോവുക. ഇങ്ങനെ ചിന്തിക്കുന്ന അല്പമാത്ര വിചാരഗതിക്കാരായ അല്പപ്രാണികളായ വിശ്വാസികൾ ഈ ലോകത്ത് ഒന്നും നേടുന്നില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിക സമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് എപ്പോഴും പറയുന്നത് ചരിത്രങ്ങളെയാണ്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഈ ഖുർആൻ എന്താ ഇങ്ങനെ വാരിക്കോരി ചരിത്രം പറയുന്നതെന്ന്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ, ദിവസങ്ങളിൽ, ജുമകളിലൊക്കെ പഠിച്ച പല ആയാത്തുകളും നമ്മളോട് ചരിത്രങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഹ്രസ്വമായ വിവരണങ്ങൾ, ചിലപ്പോൾ അല്പം ദീർഘമായ വിവരണങ്ങൾ. എന്തിനാണ്? നമുക്ക് പഠിക്കാനുള്ളത് ചരിത്രത്തിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പുലരുമോ എന്ന് നാം തിരിച്ചറിയേണ്ടത് ഭാവിയെ നോക്കിയല്ല, വർത്തമാനത്തെ നോക്കിയല്ല. പൂർണ്ണമാകാത്തൊരു ചിത്രം നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്ന വർത്തമാനത്തിൽ നിന്നല്ല, വർത്തമാന പത്രങ്ങളിൽ നിന്നുമല്ല. ഭാവി കാണാൻ കഴിയാത്ത ഭാവിയിലേക്ക്, ഇരുട്ടിലേക്ക് കണ്ടു നട്ടുമല്ല, മറിച്ച് വളരെ കൃത്യമായ ചിത്രം, ലോകഗതിയുടെ ചിത്രം വളരെ കൃത്യമായി തെളിയിച്ച് കാട്ടിയ ചരിത്രത്തിൽ നിന്ന് പഠിച്ചാൽ വളരെ കൃത്യമായി ഈ വർത്തമാനം നാളെ ചരിത്രമാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. ഇപ്പോഴത്തെ വർത്തമാനങ്ങൾ നാളത്തെ ചരിത്രമാണ്. ഇപ്പോഴത്തെ വർത്തമാനങ്ങൾ നാളത്തെ ചരിത്രമാണ്. ഇന്നലത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ചരിത്രമാണ്. മറന്നു പോകരുത്. ഇന്ത്യയുടെ ഇന്നലത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ചരിത്രമാണ്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പലതുമുണ്ട്. ലോകത്തിൻ്റെ ഇന്നലത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ചരിത്രമാണ്. അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. കേരളത്തിൻ്റെയും ഇന്നലത്തെ വർത്തമാനങ്ങൾ ഇന്നിൻ്റെ ചരിത്രമാണ്. അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. വർത്തമാനങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. വർത്തമാനം നമുക്കൊന്നും തരുന്നില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദുരന്തം, അവൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ വർത്തമാനങ്ങളിൽ നിന്ന് മാത്രമാണ്. എന്താണോ ഇപ്പോഴുള്ളത് അതിൻ്റെ ഒപ്പം നടക്കുക. എന്താണോ ഇപ്പോഴുള്ളത്, എന്താണോ ഇപ്പോൾ മുന്തി നിൽക്കുന്നത്, എന്താണോ ഇപ്പോൾ മികച്ചു നിൽക്കുന്നത്, എന്തിനാണോ ഇപ്പോൾ ആധിപത്യമുള്ളത് അതിനോടൊപ്പം നടക്കുക. അത് അനിസ്ലാമികമാകട്ടെ, അത് ക്രൈസ്തവമാകട്ടെ, അത് ഹൈന്ദവമാകട്ടെ, അത് ലിബറലിസമാകട്ടെ, അത് നാസ്തികമാകട്ടെ, അത് ദൈവനിഷേധപരമാകട്ടെ, ഇപ്പോഴെന്താണോ മുന്തി നിൽക്കുന്നത്, ഇപ്പോഴെന്താണോ മികച്ചു നിൽക്കുന്നത്, വർത്തമാനം ആവശ്യപ്പെടുന്നത് എന്തോ അതിൻ്റെ പുറകെ പോവുക. ദുരന്തമാണ്. ഒരു സമൂഹം ഒരിക്കലും വർത്തമാനത്തിൽ നിന്നൊന്നും പഠിക്കരുത്. അലകും പിടിയും കൃത്യമാകാത്ത, വ്യക്തമാകാത്ത വർത്തമാനത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കരുത്. ഓരോ വർത്തമാനത്തെയും ഒരു ഭാവി കാത്തിരിപ്പുണ്ട്. അത് ചരിത്രമായി പരിണമിക്കുന്ന ഒരു ഭാവി. ആ ഭാവിയാണ് യഥാർത്ഥത്തിൽ ഈ വർത്തമാനം എന്താണ് സമ്മാനിച്ചത്, എന്താണ് നേടിയത് എന്ന് നാളെയുടെ ലോകത്തോട് പറഞ്ഞു നൽകുകയുള്ളൂ. നാളത്തെ സമൂഹത്തിന് ഈ വർത്തമാനത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഇന്നത്തെ നമുക്ക് ഇന്നലത്തെ വർത്തമാനങ്ങളിൽ നിന്നാണ് പഠിക്കാനുള്ളത്, അഥവാ ചരിത്രത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളിന്ന് കാണുമ്പോൾ ലോക ചരിത്രത്തിൽ ധിക്കാരികൾ തേർവാഴ്ച നടത്തുകയാണ്. ആഗോളതലത്തിലാകട്ടെ, രാജ്യത്താകട്ടെ, നീതിയുടെ ശബ്ദം നിഷ്പ്രഭമാവുകയാണ്. നീതിയുടെ ശബ്ദം നിഷ്പ്രഭമാവുകയാണ്. നമ്മുടെ രാജ്യത്തും മറ്റും ജനാധിപത്യം പരിപൂർണമായും മരണശ്വാസം വലിക്കുകയാണ്, ജീവചക്രശ്വാസം വലിക്കുകയാണ്. അതുപോലെ തന്നെ മതേതരത്വം ഇവിടെ തകർന്നടിയുകയാണ്. ഈ വർത്തമാനത്തിൽ നിന്ന് നമ്മളിൽ ചിലരൊക്കെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ കൂടെ നിൽക്കേണ്ടത് ഇപ്പോഴുള്ള ഈ അക്രമികളായ അധികാര കേന്ദ്രങ്ങളോടൊപ്പമാണെന്ന് പലരും ഒഴുകുകയാണ്. മെമ്പർഷിപ്പ് എടുക്കാൻ, പാർട്ടിയിൽ ചേരാൻ,
അധികാരത്തിൻ്റെ ഭാഗമാകാൻ ഇന്നലകളിൽ ചേർന്നവരെന്തായി? നമുക്കറിയാമല്ലോ, നമ്മുടെ കേന്ദ്രത്തിലൊക്കെ മന്ത്രിമാരായിരുന്ന മുസ്ലിം നാമധാരികളുണ്ടല്ലോ. അവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കൊടുക്കാൻ ഈ അധികാര കേന്ദ്രങ്ങൾ തയ്യാറായോ? അവരുടെ ആരുടെയെങ്കിലും പേരിപ്പോൾ കേൾക്കണുണ്ടോ? നമ്മളൊക്കെ കാണാതെ പഠിച്ച നാമങ്ങളൊക്കെ എവിടെ പോയി? അതൊരു വർത്തമാനമായിരുന്നു. ആ വർത്തമാനത്തിൽ നിന്ന് പാഠം പഠിച്ച് 544 പാർലമെൻറ്റ് സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 35 കോടിയുള്ള രാജ്യത്തിൻ്റെ 25-30% ജനസംഖ്യയുടെ പ്രതിനിധികൾക്ക് ഒരു പാർലമെൻറ്റ് സീറ്റ് പോലും നൽകാൻ തയ്യാറാകാത്ത വിധത്തിൽ ഇന്നൊരു ഭരണകൂട ശക്തി, അക്രമത്തിൻ്റെ നാളെ നശിച്ചു പോകാനുള്ള ഒരു ശക്തി, നാളെ തകർന്നടിയാനുള്ള ശക്തി, ചരിത്രത്തിൽ ഒന്നുമല്ലാതാകാൻ പോകുന്ന ഒരു ശക്തി, ശുദ്ധ അക്രമികൾ, അവർ ഇന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവരോടൊപ്പം കൂടി രക്ഷപ്പെട്ട് കളയാമെന്ന് പറഞ്ഞ് അരമന്ത്രിസ്ഥാനവും ഒരു മന്ത്രിസ്ഥാനവും വിലപ്പെട്ടതായി കണ്ടവരോടൊപ്പം കൂടിയവർ ഇന്നെവിടെ? ഇന്നവരാർക്കും വേണ്ട. ഒരു പാർലമെൻറ്റ് അവർക്ക് കൊടുത്തില്ല, ഒരു മന്ത്രിസ്ഥാനവും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവരോടൊപ്പം കൂടി പെട്ടുകളയാമെന്ന് വിചാരിക്കുന്ന മൂഢന്മാർ ഈ ഇസ്ലാമിക സമൂഹത്തോടൊപ്പം ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു ചതിയന്മാരും വിജയിച്ചിട്ടില്ല. ചരിത്രം അതാണ്, വർത്തമാനമതല്ല, ചതിയന്മാരുടെ വിജയത്തിൻ്റെതാണ്. ലോകത്തൊരു ധിക്കാരിയും ദീർഘനാൾ പൊറുത്തിട്ടില്ല. വർത്തമാനമതല്ല, ധിക്കാരികളുടെ തേർവാഴ്ചയുടേതാണ്. പക്ഷെ ചരിത്രം തിരിച്ചാണ്. ഒരു ധിക്കാരിയും ജയിച്ചിട്ടില്ല ചരിത്രം. വർത്തമാനം ധിക്കാരികൾ വിജയിക്കുന്നു. ചതിയന്മാർ ജയിച്ചിട്ടില്ല ചരിത്രം. പക്ഷെ വർത്തമാനം ചതിയന്മാരുടെ വിജയമാണ്. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നവരുടെ വിജയമാണ്. പൗരത്വവും വോട്ടവകാശവും 70 ലക്ഷത്തോളം ആളുകളുടെ പിടിച്ചെടുത്തിട്ട് അത് വളരെ അപകടകരമായ നിലയിൽ അത് നിയന്ത്രിക്കേണ്ടുന്ന ഉന്നത കേന്ദ്രങ്ങളെ, അധിക ഭരണഘടനാ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം തട്ടിപ്പറിച്ചെടുക്കുകയാണ്. അടുത്ത ലക്ഷ്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് നീളുന്നുണ്ട്. ബംഗാളിലേക്ക് നീളുന്നുണ്ട്, തമിഴ്നാട്ടിലേക്ക് നീളുന്നുണ്ട്, കേരളത്തിലേക്ക് നീളുന്നുണ്ട്. എന്താണോ ബീഹാറിൽ നടന്നത് അതിവിടെ നടക്കുക വളരെ എളുപ്പമാണ്, അനായാസമാണ്. ഇതാണ് നമ്മുടെ വർത്തമാനം ധിക്കാരികൾ വിജയിക്കുന്നതാണ്. വർത്തമാനം ചതിയന്മാർ വിജയിക്കുന്നതാണ്. ഇതാണോ നാം പഠിക്കേണ്ട, അംഗീകരിക്കേണ്ട മാതൃക? ഇതാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന വിശ്വാസ പ്രമാണം? അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് അർത്ഥം? അതുകൊണ്ട് വർത്തമാനം വർത്തമാനമല്ല, ചരിത്രമാണ് യാഥാർത്ഥ്യം. ലോകമടക്കി ഭരിച്ച അധികാരത്തിൻ്റെ ചെങ്കോൽ ചുഴറ്റി എറിഞ്ഞവർ ഈ ലോകത്ത് കുറേ കാലം വാണരുളിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. വസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ആദം വ സമൂദ വ ഫിർഔന ദുൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. നാം സൂറത്തുൽ ഫജറിൽ പഠിച്ചു. ആദും സമൂദവും ഫിർഔനും ഒക്കെ അടങ്ങുന്ന ആ ധിക്കാരികളുടെ സമൂഹത്തിൻ്റെ മേൽ അല്ലാഹു തആല ശിക്ഷയുടെ ചാട്ടവാർ ചുഴറ്റിയെറിഞ്ഞു. അവർ അവരുടെ കാലഘട്ടത്തിലെ പാവം ജനതയുടെ മേൽ അധികാരത്തിൻ്റെ ദണ്ഡുകൾ ചുഴറ്റിയെറിഞ്ഞ് ദശലക്ഷങ്ങളെ കൊന്നൊടുക്കിയവരാണ്. പക്ഷെ അവരുടെ നേരെ അവരുഗ്രപ്രതാപികളായി നിലനിൽക്കെ അല്ലാഹു തആല അവരുടെ നേരെ ശിക്ഷയുടെ ചാറ്റവാറുകൾ ചുഴറ്റിയെറിഞ്ഞു. സബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായും അല്ലാഹു എല്ലാം മിർസാദിലിരുന്ന് കാണുന്നവനാണ്. വ്യൂ പോയിന്റിലിരുന്ന്, വ്യൂ ടവറിലിരുന്ന് കാണുന്നവനാണ്. മിർസാദ് വ്യൂ ടവറിലിരുന്ന് കാണുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ലോകമടക്കി ഭരിച്ച നമ്രൂദ് ഒരീച്ചയുടെ മുമ്പിൽ തോറ്റുപോയി. ചരിത്രം അതാണ്. അനിഷേധ്യമായ ചരിത്രം ആരും നിഷേധിച്ചിട്ടില്ല. കൊടും ഭീകരനായ ഫിറഔൻ ചെങ്കടലിൽ മുങ്ങിത്താണു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ അള്ളാഹു ആയത്താക്കി അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അബൂജഹൽ എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശത്രു, നബിയെ തീർത്തേ അടങ്ങൂ, പരിശുദ്ധ പ്രവാചകൻ്റെ തിരുദർശനത്തെ ഈ മണ്ണിൽ കുഴിച്ചുമൂടിയേ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ പുണ്യനബിയെയും കൂട്ടരെയും ഷേബ അബൂ താലിബിൽ കൊണ്ടുപോയി 3 വർഷം പട്ടിണിക്കിട്ട് ഉപരോധം ഏർപ്പെടുത്തി. അവർക്ക് വിൽക്കരുത്, വാങ്ങരുത്,
വിവാഹബന്ധം നടത്തരുതെന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സാമൂഹിക ബഹിഷ്കരണത്തിന് വിധേയമാക്കപ്പെട്ടത് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്ലാമിക സമൂഹത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചെടുത്ത് ബഹിഷ്കരണത്തിന് ചില അധികാര കേന്ദ്രങ്ങൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ദുരന്തം നമുക്കൊക്കെ വന്നോ? നമ്മൾ മുസ്ലിം ആയതുകൊണ്ടല്ലേ അതുകൊണ്ടങ്ങ് അല്പം ഒന്ന് ഇസ്ലാമിനോട് തൽക്കാലം ഒന്ന് സൈഡായി രക്ഷപ്പെട്ട് കളയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ചരിത്രം നമ്മോട് പറയുന്നു, ഈ ദുരന്തത്തിനിരയായ മുഹമ്മദ് മുസ്തഫയാണ് ലോകം 10 കൊല്ലത്തിനകം എവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു അവിടേക്കൊരു തുള്ളി രക്തം ചിന്താതെ 10,000-ന്റെ പടയണിയുമായി തിരിച്ചു വന്ന് ആ മക്കയും ഷുഐബ് അബൂ താലിബും സ്വന്തമാക്കിയത്. അതിനകം എത്ര വലിയ ത്യാഗം അവർ അനുഭവിച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, ആ കാലഘട്ടത്തിൻ്റെ വർത്തക പ്രമുഖ, വിദേശ രാജ്യങ്ങളിൽ വിദഗ്ധരായ കച്ചവടക്കാരെ, ബിസിനസ് മാനേജർമാരെ വില കൊടുത്തെടുത്ത് ശമ്പളത്തിനെടുത്ത് ബിസിനസ് നടത്തിയിരുന്ന വളരെ പ്രമുഖയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്ന മഹദി അള്ളാഹുവിൻ്റെ റസൂലിനെ ഭർത്താവായി സ്വീകരിച്ച് തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രവാചകന് വിട്ടുകൊടുത്തിട്ട് അവസാനം പട്ടിണിയും പരിവട്ടവുമായി അലയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സത്യസന്ധതയിൽ വിശ്വസ്തതയിൽ ഒന്നാമതായി വിശ്വസിച്ച ആ മഹദി ആദ്യത്തെ മുസ്ലിമ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. ഒരു പെണ്ണാണ്, ആണല്ല. ആദ്യം റസൂലാണെന്ന് സ്വയം അറിയും മുമ്പേ നബിയെ അങ്ങ് റസൂലാണ്, നബിയാണെന്ന് പറഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ, അങ്ങ് നബിയാണ് എന്ന് പറഞ്ഞ ഖദീജ, നബിയോട് നബിയാണെന്ന് ആദ്യം പറഞ്ഞത് നബിയാണെന്ന് സ്വയം അറിയും മുമ്പേ ഖദീജയാ. ആ ഖദീജ വലിയ വ്യവസായ ശൃംഖലകളുടെ ഉടമസ്ഥയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഉമ്മ നിങ്ങൾക്കറിയോ, ഷുഐബ് അബൂ താലിബിൽ പട്ടിണിയും പരിവട്ടവുമായി വൃക്ഷത്തിൻ്റെ ചില്ലകളും മരത്തിൻ്റെ ഇലകളും തൊലികളും അടിച്ച് പൊഴിച്ചെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് കഴിച്ച് അവിടെ കഴിയേണ്ടി വന്നു. ആ ഷുഐബ് അബൂ താലിബിൻ്റെ കാലത്ത് തന്നെ ആ പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ നാളുകളിൽ ആ അതിസമ്പന്ന മക്കയിലെ പ്രമുഖന്മാർ മുഴുവൻ കല്യാണം ആലോചിച്ച, അവരെയെല്ലാം പ്രലോഭിപ്പിച്ച ആ അതിസമ്പന്ന ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലിനെ എല്ലാം വിട്ടു നൽകിയിട്ട്. ഇതാണ് ത്യാഗം. ആ ത്യാഗത്തിൻ്റെ വില എന്താ? അവസാനം വഫാത്താകുന്ന ഒരു സമയത്തൊന്നും കാണാതെ, ഒരു ഇസ്ലാമിക വിജയത്തിൻ്റെ മന്ദമാരുതൻ പോലും ഒന്ന് സ്പർശിക്കാതെ, അതിൻ്റെ ചെറിയ കിരണം പോലും പ്രത്യക്ഷത്തിൽ കാണാതെ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും താനും തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനും സത്യത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹയെ നാം അറിയണം. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോകുമ്പോഴാണ് ലോകം ലക്ഷങ്ങൾ ദശലക്ഷങ്ങൾ ഇന്ന് ഒഴുകി നിറയുന്നത് അവിടെയാണ്. അവിടെ എത്തി സിയാറത്ത് ചെയ്യുമ്പോൾ വിതുമ്പാത്ത വിങ്ങിപ്പൊട്ടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇപ്പോഴും ഈ വിനീതനൊക്കെ ഏതെങ്കിലും ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ വിങ്ങി പൊട്ടിപ്പോയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എപ്പോഴും ആ ഖബറിൻ്റെ മുമ്പിലാണ്. ഒരു വിജയവും കണ്ടില്ല. പക്ഷേ പിൽക്കാലത്ത് ഖദീജ സ്വപ്നം കണ്ട ഒരേ ഒരു വിജയം മാത്രം. സക്രാത്തിൽ ആയിരിക്കുമ്പോൾ, മരണം മുഖാമുഖം കാണുമ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹു യുഖ്രിഉ അലാ ഖദീജത്ത സലാം, അള്ളാഹു ഖദീജയ്ക്ക് സലാം പറയുന്നു എന്ന് പറയുമ്പോൾ മരണം മുന്നിൽ കാണുന്ന ഖദീജ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞോ റസൂലേ, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞോ റസൂലേ. അത്രയും ഈ ദുരിത പർവ്വങ്ങൾ താണ്ടുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവൻ പറയുന്നത് ശരിയാണെന്നും ഈ പ്രത്യയശാസ്ത്രം വിജയിക്കുമെന്നുള്ള ഉറപ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ടവൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ടായിരുന്നു. അതേ, അള്ളാഹു ഖദീജയുടെ പേര് പറഞ്ഞിരിക്കുന്നു എന്ന് ജിബ്രീൽ അള്ളാഹുവിൻ്റെ റസൂലിന് അറിയിപ്പ് കൊടുത്തപ്പോൾ സന്തോഷത്തോടെ ഈ ലോകത്തോട് കണ്ണടച്ചു പോയ ഖദീജത്തുൽ കുബ്രയുടെ ത്യാഗത്തെക്കുറിച്ച് ഈ സമുദായം ആലോചിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഫാത്തിമമാരൊക്കെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് മാനം കെടുത്തി ആദില നൂറമാരുടെ സംസ്കാരത്തെ വാരി വലിച്ച് അതിൻ്റെയൊക്കെ പുറകെ നടന്നാൽ പൊതുസമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരത്തിൻ്റെ പേരിൽ ഈ സമുദായത്തിലെ കുറച്ച് 10 കാശുണ്ടാക്കി ഹക്കും ബാത്തിലും നോക്കാതെ പണമുണ്ടാക്കിയ കുറേ വ്യക്തികൾ എന്താണ് അവരെയൊക്കെ പറയുക? അവനൊക്കെ ഇപ്പോൾ സോക്കേടെന്താണ്? കുറച്ച് പണം ഉണ്ടാക്കിയാൽ, ആരാൻ്റെ കാശ് കൊണ്ട് ഹക്കും ബാത്തിലുമില്ലാതെ പണമുണ്ടാക്കിയാൽ ലോകത്തെ ഞെട്ടിക്കുന്ന വീടുണ്ടാക്കുക. ലോകത്തെ ഞെട്ടിക്കുന്ന വീട് ഏറ്റവും വലിയ മുഴുവൻ ഭ്രാന്തി സമുദായത്തിനാണ്.
ഓരോരുത്തനും മറ്റൊരുത്തനും പണിതിട്ടില്ലാത്ത തരം വീടുണ്ടാക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ വെല്ലുവിളിക്കുന്ന, നാണം കെടുത്തുന്ന, പുച്ഛിക്കുന്ന ഈ സമുദായത്തിൽ പിറന്നതും അല്ലാത്തതുമായ സെലിബ്രിറ്റികളെ ക്ഷണിച്ചു കൊണ്ടുവരിക. പെണ്ണും ഒന്നിച്ച് ലെസ്ബിയൻ കപ്പിൾസാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരസ്യമായി അപമാനിക്കുന്ന ആദിലയും നൂറയും അവൻ്റെ വീട്ടിലെ അതിഥിയായി മാറുക. ഈ സമുദായം എവിടെയാണ് നിൽക്കുന്നത്? എവിടെ ഈ സമുദായം രക്ഷപ്പെടാനാണ്? എവിടെയാണ് ചുവട് പിഴച്ചത്? വർത്തമാനത്തിൻ്റെ വിജയമാണ് വിജയമെന്ന്, വർത്തമാന കാലത്തിൻ്റെ അതീശ ശക്തികൾ തരുന്ന അഭിനന്ദനങ്ങളെന്ന് കണ്ടിട്ട് ലോകത്തെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇസ്ലാമിനെയും മനുഷ്യത്വത്തെയും മാനം കെടുത്തുന്ന 2 പെണ്ണുങ്ങളെ തൻ്റെ പുതിയ വീട്ടിൽ ലോകത്തെ കാണിക്കാൻ വേണ്ടി തൻ്റെ പുതിയ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് അംഗീകാരം കൊടുക്കുന്ന മുതലാളിമാരെ നമ്മളൊക്കെ എന്തോ വലിയ രാജാക്കന്മാരെ പോലെയാണ് ഈ സമുദായം കൊണ്ടാടുന്നത്, അല്ലേ? എവിടെയാണ് ഈ സമുദായത്തിൻ്റെ വിശ്വാസം? വർത്തമാനമാണ് ജീവിത വിജയത്തിൻ്റെ ആധാരമെന്ന് കരുതിപ്പോയവരെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരോട് പറഞ്ഞതെല്ലാം പാലിച്ചിട്ടുണ്ട്. ധിക്കാരികളെ അള്ളാഹു താല പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കറിയാം അള്ളാഹു എന്തിനാണ് ചരിത്രം പറയുന്നത്? വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇസ്രായേൽ ജനത കഴിഞ്ഞപ്പോൾ അവരെ മോചിപ്പിക്കാൻ അള്ളാഹു അയച്ചത് മൂസ നബിയെയാണ്. മൂസ നബി ഫിറഔനെതിരിൽ പ്രാർത്ഥിച്ചു. ഹാറൂൻ എന്ന് പറയുന്ന തൻ്റെ അനുജൻ നബി ആ ദുആയ്ക്ക് ആമീൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയും ആമീനും ഞാൻ സ്വീകരിച്ചു. ഖാൽ, അള്ളാഹു പറഞ്ഞു, ഖദ് ഉജീബത്ത് ദഅവതുകുമാ, നിങ്ങൾ 2 പേരുടെയും പ്രാർത്ഥന ഞാൻ സ്വീകരിച്ച് കഴിഞ്ഞു. ഫസ്തഖീമാ, പക്ഷെ നിങ്ങൾ നേരെ നടന്നോണം. ഒരുപാട് കാലം നിങ്ങൾക്ക് ഇനി നേരെ നടക്കേണ്ടി വരും. ഇസ്തിഖാമത്ത്, ഒരുപാട് കാലം നിങ്ങൾക്ക് ഉറച്ചു നിന്ന് നിങ്ങളുടെ പണി ചെയ്യേണ്ടി വരും. ദുആ ഇപ്പോഴേ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, ദുആ കബൂലായി കഴിഞ്ഞു. പക്ഷേ വസ്തഖീമാ, ഉറച്ചു നിന്ന് പണിയെടുത്തുകൊള്ളണം. വസ്തഖീമാ വലാ തത്തബിആനി സബീലല്ലദീന ലാ യഅലമൂൻ, വിവരം കെട്ടവന്മാരുടെ വഴിയെ നിങ്ങൾ തുടർന്നു പോകരുത്. വിവരമില്ലാത്ത ആളുകൾ നിങ്ങളെ തെളിക്കുന്ന വഴിയെ നിങ്ങൾ നടന്നു പോകരുത്. നബിമാരോട് പറയുകയാണ്. നബിമാര് പോലും പുതിയ കാലഘട്ടത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വഴുതിപ്പോകാൻ അള്ളാഹു കാക്കും. പക്ഷേ എങ്കിൽ പോലും അത്ര വലിയ സമ്മർദ്ദങ്ങളുണ്ടാകും. എല്ലാവരും അറബി നാടുകളിൽ നിന്ന് പാശ്ചാത്യൻ്റെ വൃത്തികെട്ട സംസ്കൃതിയുടെ അടിമകളാവുകയല്ലേ? എന്താണ് സ്ഥിതി? ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകാതിരുന്നത് റിയാദിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയത് കൊണ്ടാണ്. എന്താണ് റിയാദ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഇസ്ലാം വന്നിറങ്ങിയ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ സ്ഥിതി എന്താണ്? ഞാൻ 2 മണി രാത്രിയിൽ എൻ്റെ സുഹൃത്തുക്കൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ 12-1 മണി നേരമായപ്പോൾ ഇവിടെ വന്നതല്ലേ, ഒന്ന് സിറ്റി കണ്ടു പോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ട കാഴ്ച എന്താണ്? ഒഴുകി നിറയുകയാണ് ജീൻസും ടീഷർട്ടും ധരിച്ച പെൺകുട്ടികൾ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഒരു 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ തെരുവിൽ, ഒരു 5-10 വർഷം മുമ്പ് ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ തെരുവിലൊരു പെൺകുട്ടിയെയും കണ്ടിരുന്നില്ല. 1 മണി 2 മണി രാത്രിയിൽ ടീനേജ് പെൺകുട്ടികൾ തലമറയ്ക്കാത്ത, പർദ്ദ ധരിച്ചിട്ടും തലമറയ്ക്കാത്ത, ജീൻസും ടീഷർട്ടും ധരിച്ച ആൺകുട്ടികൾ, പെൺകുട്ടികൾ തെരുവ് നിറഞ്ഞൊഴുകുകയാണ്, രാവിനെ പകലാക്കി മാറ്റിക്കൊണ്ട്. ആരെ പിന്തുണച്ചിട്ട്, ആരെ പിന്തുടർന്നിട്ട്? വലാ തത്തബിആനി, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളെ രക്ഷപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നേരെ ചൊവ്വേ നടന്നോണം. ഫസ്തഖീമാ വലാ തത്തബിആനി സബീലല്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ജൂത നസാറാക്കളുടെ വഴി പ്രിയങ്കരമായി നിങ്ങൾക്ക് തോന്നരുത്, അതിലേക്ക് നിങ്ങൾ തെറ്റിപ്പോകരുത് എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ ഫിറഔനെ അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊന്നത്. ദുആ സ്വീകരിക്കപ്പെട്ടിട്ട് 40 കൊല്ലം നബിക്ക് അള്ളാഹു കൊടുത്ത ഉറപ്പ് പാലിക്കാൻ അള്ളാഹു കാത്തിരുന്നെങ്കിൽ ഈ സമുദായത്തിന് കാത്തിരിക്കാൻ നേരമില്ല. ഇസ്തിഖാമത്തോടുകൂടി റബ്ബിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അള്ളാഹു നടത്തുന്ന പരീക്ഷണങ്ങളെ എന്തിനാ അള്ളാഹ് സ്വർഗം വെച്ചേക്കണേ? വെറുതെ അങ്ങും ഇങ്ങും നടന്നിട്ട് നമുക്കൊക്കെ വാരിക്കോരി അറബി പേരുള്ളത് കൊണ്ട് സ്വർഗം കൊടുക്കാനോ? ഉള്ളിലുള്ളത് വിശ്വാസമാണോ? പതറാത്ത അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും സംസ്കാരവുമാണെങ്കിൽ അല്ലാതെ അവന് സ്വർഗമില്ല. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി അള്ളാഹു താല അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു താല നമ്മളോട് ആ ഫിറഔനിനെ രക്ഷയിൽ നിന്ന് അള്ളാഹു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി.
ചെങ്കടൽ കടന്ന് അപ്പുറത്തേക്ക് പോയി. അവിടെ ധിക്കാരികളായ ആ ഗോത്രങ്ങൾ താമസിക്കുന്ന വാഗ്ദത്ത ഭൂമി നിങ്ങൾക്കുള്ളതാ, നിങ്ങൾ അങ്ങോട്ട് സഞ്ചരിച്ചോളൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ എന്താണിന്ന് ലോകത്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായ ഉത്തരം തരുന്നുണ്ട്. മുമ്പിൽ ശത്രുവിനെ കണ്ടിട്ട് നബിയാണ് ആവശ്യപ്പെടുന്നത്, അള്ളാഹു നമുക്ക് തന്ന ഓഫറാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറിക്കോളൂ, നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞപ്പോൾ കാലു, അവർ പറഞ്ഞു ഉദ്ഖുലൂ ഫിഹാ, നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചോളൂ, ആ കവാടം കടന്നു പോയിക്കോളൂ. ഫൈന്നക്കും ഗാലിബൂൻ ഫൈൻ ദഖൽതുമൂഹു ഫൈന്നക്കും ഗാലിബൂൻ, നിങ്ങളങ്ങോട്ടൊന്ന് കടക്കാൻ തയ്യാറായാൽ നിങ്ങൾ വിജയിച്ചോളും, അല്ലാഹ് നിങ്ങളെ വിജയിപ്പിച്ചോളും എന്ന് നബി ഉറപ്പ് കൊടുത്തപ്പോൾ പോലും അവർ പറഞ്ഞു ഖാലു യാ മൂസ, മൂസ നബിയെ, ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കയറൂല, മാ ദാമു ഫിഹ, ആ അക്രമികൾ അവിടെ ഉള്ളിടത്തോളം കാലം നീ പറഞ്ഞാലൊന്നും ഞങ്ങൾ പോകൂല. ഫദ്ഹബ അന്ത വറബ്ബുക ഫഖാതില, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഇന്ന ഹാഹുന ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. സത്യത്തിന് വേണ്ടി പൊരുതുന്നവരോട് പൊരുതാനൊന്നും ഫാസിസത്തോടൊന്നും ഏറ്റുമുട്ടാനൊന്നും ഞങ്ങളില്ല. അവരോട് മുഖത്ത് നോക്കി വാക്ക് വർത്തമാനം പറയാൻ പോലും ഞങ്ങളില്ല. ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പുതിയ കാല തലമുറയെ അല്ലാഹു തആല മൂസ നബിയുടെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞു തരിക. കൂട്ടത്തിൽ നിന്നുകൊണ്ട് പതറാതെ സത്യത്തിന് വേണ്ടി അധർമ്മത്തിനെതിരിൽ പൊരുതുന്ന ആളുകളെ ഇല്ലേ? ഇന്നറിയാലോ, നമ്മുടെ രാജ്യത്തിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്ത് നടക്കുന്ന തിന്മകൾക്കെതിരിൽ ഉറക്കെ പറയുമ്പോൾ കൂടെ നിൽക്കാൻ പാർട്ടിയുണ്ടോ? അത് എടുത്തു പറയാൻ ഈ സമുദായത്തിൽ ആളുകളുണ്ടോ? ഈ മുസ്ലിം സമുദായത്തിൽ അയാൾ ഉയർത്തുന്നത് പോലുള്ള ആശയഗതികളെ അതിശക്തമായി ഉയർത്താൻ ആളുണ്ടോ? ആരെങ്കിലും ഒരാൾ ഉയർത്തിയാൽ അവൻ BJPയുടെ B ടീമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാസഖ്യത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തും. എന്നിട്ട് A ടീം 4 സീറ്റ് മേടിക്കുമ്പോൾ അയാൾ 5 സീറ്റ് മേടിക്കും. അങ്ങനല്ലേ? ഒന്ന് ചേർന്ന് നിൽക്കാനുള്ള മനസ്സുപോലും ഇല്ലാത്ത മതേതരന്മാരെ നമ്മൾ വെറുതെ താങ്ങുകയും താലോലിക്കുകയും ചെയ്യുകയാണ്. വോട്ടുകൾ ഭിന്നിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഫാസിസത്തിനെതിരിൽ നിൽക്കുന്ന എല്ലാ ശക്തികളെയും ചേർത്ത് പിടിക്കേണ്ട സമയത്ത് വേണമെങ്കിൽ സഖ്യം ചേരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴും ഇല്ല, നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ മതേതര ശക്തികൾ മാറുമ്പോൾ അവർക്കെതിരിൽ പൊരുതുന്ന ഒറ്റയാന്മാരായി വിടുകയും മൂസ നബിയെ വിട്ട പോലെ, അന്ന് മൂസ നബിക്ക് തുല്യമാണെന്ന് ഞാൻ പറയല്ല, പക്ഷേ അങ്ങനെ വിട്ട പോലെ നീ പറഞ്ഞുകൊണ്ടാണെന്നോ, നീ വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിക്കോ, അതൊന്നും പറയാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന സ്വന്തം പാർട്ടിക്കാരും സഖ്യ പാർട്ടിക്കാരും മുസ്ലിം സമുദായ പാർട്ടിക്കാരും ഒക്കെ അല്ലേ നമ്മൾ? അതുകൊണ്ട് ധീരമായി പൊരുതുകയും പോരാടുകയും ചെയ്യുക, അല്പം കാത്തിരിക്കുക, ക്ഷമിക്കണം. എന്താ അല്ലാഹു തആല അവിടെ നിന്ന് ഈ കൂട്ടത്തിൽ പൊരുതാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രം അവരെ 40 വർഷക്കാലം നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടെന്ന്, അവർക്കൊരു ശക്തിയുമില്ലെന്ന്, അവരുടെ തടിമിടുക്ക് കണ്ട് ഭയപ്പെടരുതെന്ന്, നിങ്ങളങ്ങോട്ട് കയറി ചെന്നാൽ ഫൈദാ ദഖൽതുമൂഹു ഫഇന്നക്കും ഗാലിബൂൻ, നിങ്ങളങ്ങോട്ട് കയറിയാൽ, മുമ്പോട്ട് പോയാൽ നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ് മൂസ നബി മുമ്പിൽ നിന്നിട്ടും കൂട്ടത്തിലുണ്ടായിരുന്നില്ല ആ ജനത. ഒടുവിൽ എന്താണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ? ഒടുവിൽ സംഭവിച്ചത് 40 വർഷം അലഞ്ഞ് തിരിയേണ്ടി വന്നു. വീണ്ടും 40 വർഷം ആ സമൂഹത്തിന് വാഗ്ദത്ത ഭൂമി ലഭിക്കാൻ, പൊരുതേണ്ടടത്ത് പൊരുതാനും, മാർഗദർശനം നൽകുന്നവരോടൊപ്പം നിൽക്കാനും, ധിക്കാരത്തിൻ്റെ മൂർത്തികളുടെ മുഖത്ത് നോക്കി പറയേണ്ടത് പറയാനും കഴിയുന്ന വിധത്തിലേക്ക് ഒരു സമൂഹം മാറാതെ അവരൊക്കെ അങ്ങ് രക്ഷപ്പെടും, നമ്മളങ്ങ് രക്ഷപ്പെട്ട് കളയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹു തആല നമ്മളെ വളരെ കൃത്യമായ നിലയിൽ കൃത്യമായി തരംതിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒന്നൊന്നായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനറിയണം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് നമ്മളെ തരംതിരിച്ചെടുക്കണം. ഒരു ന്യൂനപക്ഷമാണെങ്കിലും കൊള്ളാവുന്ന ഒരു സമൂഹത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഇസ്ലാമിക സമൂഹം അവർ മറ്റെന്തിനേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ ആദർശത്തിന് വില കൽപ്പിക്കുന്നവരാകും. മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്റ്റ് കീഴടക്കി. ആ വേളയിൽ മുഖൗഖിസ് രാജാവ് 3 ദൂതന്മാരെ അംറു ബിനുൽ ആസ് എന്ന മഹാനായ സഹാബിയുടെ അടുത്തേക്ക് അയച്ചു. അവരെന്താണ് ചെയ്യുന്നതെന്ന് ദൂതന്മാരെ അയച്ചു. അവരെ തടഞ്ഞു വെച്ചു 3 ദിവസം. എന്താണ് ഇസ്ലാം എന്നവർ മനസ്സിലാക്കാൻ വേണ്ടി.
തിരിച്ച് മുഖൗഖിസിൻ്റെ അടുക്കൽ ചെന്നു. ഈജിപ്തിൻ്റെ അന്നത്തെ രാജാവ് മുഖൗഖിസാണ്. അദ്ദേഹം ചോദിച്ചു, ഫലമ്മ ജാഅത്ത് റുസുലുൽ മുഖൗഖിസ്, ദൂതന്മാർ വന്നപ്പോൾ ചോദിച്ചു, കൈഫ റഅയ്തുഹും, അവരെങ്ങനെയുണ്ട്? ഖാലു റഅയ്ന ഖൗമൻ അൽ മൗതു അഹബ്ബു ഇലൈഹിം മിനൽ ഹയാത്ത്, ഞങ്ങൾ കണ്ടത് ജീവിതത്തെക്കാൾ മരണത്തെ സ്നേഹിക്കുന്ന ഒരു ജനതയാണ്. ആഖിറത്തെ ദുനിയാവിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ ആർക്കാണ് കഴിയുക? മുഖൗഖിസിനോട് പറഞ്ഞതാണ്, വത്തവാദു അഹബ്ബു ഇലൈഹിം മിനർ റിഫഅ, പൊങ്ങച്ചത്തേക്കാൾ അവർക്ക് വിനയമാണ് ഇഷ്ടം. ഈ വ്യത്യസ്തതകൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായി. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് പോയവർക്ക് നേരെ തിരിച്ച, അവർക്ക് പൊങ്ങച്ചമാണ് വലുത്, അതുപോലെ തന്നെ അവർക്ക് ജീവിതമാണ് വലുത്. ഇവിടെ തിരിച്ചാണ് കാണുന്നത്. ജീവിതത്തെക്കാൾ മരണത്തെ കൊതിക്കുന്ന, പൊങ്ങച്ചത്തേക്കാൾ വിനയം. പൊങ്ങച്ചമല്ലേ വീടുകൾ കെട്ടിയിട്ട് സെലിബ്രിറ്റികളെ, വെറും ഭ്രാന്തൻ സെലിബ്രിറ്റികളെ വിളിച്ചു കൂട്ടിയിട്ട് സദാചാരത്തിൻ്റെ അന്തകകളെ വിളിച്ചു വരുത്തി പൊങ്ങച്ചം കാണിക്കാനല്ലാതെ മറ്റു വല്ലതിനുമാണോ? പൊങ്ങച്ചത്തേക്കാൾ വിനയം കൊതിക്കുന്ന ഒരു സമൂഹമായി ഈ സമൂഹമെന്ന് മാറാനുള്ള വല്ല സാധ്യതയും കാണുന്നുണ്ടോ? ഓരോ ദിവസവും 10 കാശിന് വകയുള്ളവനൊക്കെ പൊങ്ങച്ചമല്ലാതെ വല്ലതും കാണിക്കുന്നുണ്ടോ? കാറിൽ പൊങ്ങച്ചം, വീടിൽ പൊങ്ങച്ചം, വേഷത്തിൽ പൊങ്ങച്ചം, സർവത്ര പൊങ്ങച്ചം. ഈ പൊങ്ങച്ചം അല്ലേ യഥാർത്ഥത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരിക, കുടുംബ ബന്ധങ്ങൾ തന്നെ തകർന്ന് താറുമാറാകാനുള്ള ഒരുപാട് സാധ്യതകളുടെ നടുവിലാണ് പൊങ്ങച്ചം ആളാകാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ഇടപെടൽ നടത്തുന്നതെങ്കിൽ, സമൂഹത്തിന് വല്ല ഉപകാരവും ഗുണപരമായ കാര്യവും ചെയ്യാനുള്ള മനസ്സോടെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്നിട്ട് പറഞ്ഞു, ലൈസ ലി അഹദിഹിം ഫിദ്ദുനിയാ റഗ്ബ, അവർക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. വഇന്നമാ ജുലൂസുഹും അല തുറാബ്, തറയിലാണ് അവർ ഇരിക്കുന്നത്. വഅകുലുഹും അലാ റക്ബിഹിം, കുത്തിയിരുന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. വാമീറുഹും കവാഹിദ് മിൻഹും, അവരുടെ നേതാവ് അവരിൽ ഒരാളെ പോലെയാണ്. മാ യുറഫു റഫീഉഹും മിൻ വലീഹിം, അവരിലെ താണവനെയും ഉയർന്നവനെയും തിരിച്ചറിയുകയില്ല. വല സയ്യിദു ഫീഹിം മിനൽ അബ്ദ്, രാജാവും അടിമയും തമ്മിൽ വേർതിരിച്ചെടുക്കാനാവില്ല. വൈദാ ഹദറത്തി സലാത്തു ലം യഖ്തലിഫ്, നമസ്കാരത്തിന് സമയമായാൽ ലം യതഖല്ലഫ് അൻഹാ മിൻഹും അഹദുൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും പുറകോട്ട് പോയി കൊടുക്കുന്നില്ല. മുമ്പിൽ നിൽക്കേണ്ട മുതലാളിക്ക് വേണ്ടി ഒരാളും പുറകോട്ട് നിൽക്കുന്നില്ല, നിന്നിടത്താണ് നിൽക്കുന്നത്. രാജാവിനോടൊപ്പം പ്രജ, ഉടമയോടൊപ്പം അടിമ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖൗഖിസ് രാജാവ് അനുയായികളോട് പറഞ്ഞു, എങ്കിൽ നമുക്ക് അവരോട് സന്ധിയാകാം, ഇല്ലെങ്കിൽ അവർ നമ്മെ കീഴടക്കും എന്ന് വളരെ കൃത്യമായി മുഖൗഖിസ് പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുക. ഇതാണ് ഒരു ജനതയെങ്കിൽ അവർ നമ്മളെ തോൽപ്പിക്കും. നാം വിചാരിക്കുന്ന എന്താ? ഇതിൻ്റെ നേർ വിപരീത ദിശയിലാണ് നാമെങ്കിൽ നമുക്ക് തോൽപ്പിക്കാമെന്ന്. പൊങ്ങച്ചമാണ് മുന്തി നിൽക്കുന്നതെങ്കിൽ, ജീവിത കൊതിയാണ് മുന്തി നിൽക്കുന്നതെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ തോൽപ്പിക്കാം എന്ന് നാം കരുതുകയാണ്. പക്ഷേ മുഖൗഖിസ് പറഞ്ഞു, ഇതാണ് അവരുടെ സ്വഭാവമെങ്കിൽ അവർ നമ്മെ വൈകാതെ കീഴടക്കും, അവരോട് നമുക്ക് സന്ധിയാകാം. മുഖൗഖിസ് സന്ധി ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുക. അംർ ബിൻ അൽ ആസ് ഈജിപ്തിൻ്റെ വിമോചകനായി പരിണമിക്കുകയും ചെയ്തു. ഈജിപ്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നത് മഹാനായ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. കൈറോയുടെ തലസ്ഥാന നഗരിയിൽ അംർ ബിൻ അൽ ആസ് മസ്ജിദിൽ നിന്നും തല ഉയർത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ വളർന്ന ഒരു മതത്തിൻ്റെ അനുയായികളിൽ നിന്ന് അള്ളാഹു വളരെ കൃത്യമായി നമ്മെ തരം തിരിച്ചെടുക്കുകയാണ്. അള്ളാഹുവിനറിയണം, ബലാ വരുമ്പോൾ മഹാനായ റാബിഈ പറയുകയുണ്ടായി, സാധാരണ ആഫിയത്തിൻ്റെ സമയത്ത്, സൗഖ്യ സമയത്ത് എല്ലാവരും തുല്യരാ. ബലാ വരുമ്പോൾ ഓരോരുത്തരും അവരുടെ പ്രകൃതത്തിലേക്ക് മടങ്ങും. മുഅ്മിൻ അവൻ്റെ ഈമാനിലേക്ക് മടങ്ങും, മുനാഫിഖ് അവൻ്റെ നിഫാഖിലേക്ക് മടങ്ങും. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവൻ്റെ ഉള്ളിലുള്ളതിലേക്ക് ഓരോരുത്തരും തിരിയുന്നത് എന്ന് മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഈ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ആപത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഈമാനുള്ളവൻ ഈമാനിലേക്ക് തിരിയുന്നു, മുനാഫിഖ് അവൻ്റെ നിഫാഖിലേക്ക് തിരിയുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ അധികാരത്തിൻ്റെ മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഒന്നും ഒരാശങ്കയും വേണ്ട. ഇതൊക്കെ തൽക്കാല പ്രതിഭാസമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോൾ എങ്ങനെ സുല്ലിടാം എന്ന് ചിന്തിക്കുകയാണ്. ഉറച്ചു നിൽക്കുക. ഫസ്തഖീമാ, ഉറച്ചു നിൽക്കൂ. ദുആ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അക്രമി പരാജയപ്പെടുമെന്നുള്ള ദുആ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫസ്തഖീമാ, ഉറച്ചു നിൽക്കൂ. വലാ തത്തബിആനി സബീലല്ലദീന ലാ യുഅ്മിനൂൻ, ഈ മർദ്ദകന്മാർക്ക് വേണ്ടി, അവരുടെ പക്ഷം ചേരാൻ വേണ്ടി നിങ്ങളെ മാടി വിളിക്കുന്നവരുടെ ഭാഗത്തേക്ക് നിങ്ങൾ അറിയാതെ പോലും വഴുതിപ്പോകരുത്. ഉറച്ച നിലപാടുകളുമായി, ധീരമായ സത്യസന്ധമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലപാടുമായി ഈ സമുദായം പോകണം. പൊങ്ങച്ചം ഒഴിവാക്കണം.
വിനയം കൈമുതലാക്കണം, ആളുകൾക്കിടയിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കണം, അടിമയും ഉടമയും തമ്മിലുള്ള അന്തരം പൊളിച്ചെടുക്കണം. അങ്ങനെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ സുന്ദരമായ മുഖം ലോകത്ത് പ്രദർശിപ്പിക്കാനുള്ള സുവർണാവസരം നമ്മുടെ മുമ്പിൽ വരികയാണ്. വിവേചനത്തിൻ്റെ ശക്തികളുടെ മുമ്പിൽ വിവേചനരഹിതമായ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം നമ്മുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കാൻ പടച്ചതമ്പുരാൻ നമ്മുടെ മാടി വിളിക്കുന്ന പരീക്ഷണ നാളുകളിലൂടെയാണ്. ഒരിക്കലും ധിക്കാരികൾ വിജയിക്കില്ല അന്തിമമായി എന്ന ഉറച്ച തീർപ്പിൽ നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ഭിന്നിക്കാതെ മുന്നോട്ട് പോവുക. ചരിത്രം സാക്ഷി ഒന്നല്ല 100 കണക്കിന് ചരിത്രങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നു. ചരിത്രമാണ് ആകെ നമ്മുടെ മുമ്പിൽ പൂർണ്ണമായ ഒരു രൂപം തരുന്നത്, ഭാവി അല്ല, വർത്തമാനമല്ല. പൂർണ്ണമായ ചരിത്രം മുഴുവനും നമ്മോട് പറയുന്നു ധിക്കാരികൾ പരാജയപ്പെട്ടു, ചതിയന്മാർ തകർന്നടിഞ്ഞു എന്ന്. പിന്നെയും നാം എന്തിന് ഭയപ്പെടണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും സത്യവും യാഥാർത്ഥ്യവും യഥാർത്ഥ വിശ്വാസവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.